മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ വിനോദ നികുതി അടച്ചില്ല എന്ന് കൊച്ചി മേയർ ആവർത്തിച്ച് പറയുന്നുണ്ട്. ഞാൻ അതേപ്പറ്റി എൻ്റെ വക്കീലായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഇപ്പോൾ പുതിയ നിയമം അങ്ങനെ വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. നിലവിൽ നമുക്ക് ബുക്ക് മൈ ഷോയിലാണ് നമ്മുടെ ടിക്കറ്റ് കൊടുത്തിട്ടുള്ളത്. 2 ടിക്കറ്റ് അവിടെ ഇല്ല. കാരണം ഞാനൊരു ടിക്കറ്റ് പർച്ചേസ് ചെയ്ത ആളാണ്. ഇതെങ്ങനെയാണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് 149 രൂപയാണ് ഞങ്ങളുടെ ടിക്കറ്റ് റേറ്റ്. ഓക്കെ, ആ രീതിയിലാണ് ടിക്കറ്റ് പോയിട്ടുള്ളത്. ഈ പറഞ്ഞ 50,000 70,000 ടിക്കറ്റൊന്നും പോയിട്ടില്ല. അതിൻ്റെ ഡാറ്റയും ബുക്ക് മൈ ഷോയിൽ അവൈലബിൾ ആണ്. നമുക്കതിനകത്ത് ഒന്നും ഒളിയും മറയും ചെയ്യാൻ കഴിയില്ല. അതെല്ലാം ഡിജിറ്റൽ എവിഡൻസ് ആണ്. ബുക്ക് മൈ ഷോ ആ ക്യാഷ് ഞങ്ങൾ കൈപ്പറ്റിയിട്ടില്ല. വരും ദിവസങ്ങളിലേക്കാണ് അതിൻ്റെ എഗ്രിമെൻറ്റിലേക്ക് പോകുന്നത്. മറ്റെന്തെങ്കിലും ഉണ്ടായിരുന്നു? ബുക്ക് മൈ ഷോ വഴിയാണ് എല്ലാം. അങ്ങനെ ഒരു വിനോദ നികുതി അടയ്ക്കാനുണ്ടെങ്കിൽ അത് നിയമോപദേശം തേടി ഞങ്ങൾ അടയ്ക്കാനും തയ്യാറാണ്. ഞങ്ങളതിനകത്ത് പിടിവാശിയൊന്നുമില്ല കേട്ടോ. അങ്ങനെ ഒരു നിയമമുണ്ട്. നമ്മുടെ നാട്ടിൽ ഇന്ത്യയിൽ എന്ത് ബിസിനസ് ചെയ്യുന്നു അതിൻ്റെ എല്ലാ നിയമ നടപടികളും അനുസരിച്ചുകൊണ്ട് മാത്രമാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. ബുക്ക് മൈ ഷോയുടെ എഗ്രിമെൻ്റ് ഉണ്ട് നമുക്ക്. അതായത് ഷോ കഴിഞ്ഞ് 4 ഡേയ്സോ 5 ഡേയ്സോ കഴിയണം അവരുടെ ക്ലിയറൻസ് വരണമെങ്കിൽ. അതിനുവേണ്ടി വെയിറ്റ് ചെയ്യണം. അത് ബുക്ക് മൈ ഷോയിൽ 2 കോടി ഒക്കെ പിരിച്ചു എന്ന് പറയുന്നവരുണ്ട്. പക്ഷെ ബുക്ക് മൈ ഷോയുടെ എത്ര ടിക്കറ്റാണ് പോയത് എന്നുള്ളതിൻ്റെ ഡാറ്റ, ഇതെല്ലാം ഡാറ്റാ ബേസ് ആണെന്ന്. വേറെ ഒന്നിലും നമുക്ക് സംശയമില്ലല്ലോ. കൈകൊണ്ട് മൃദംഗാവിഷ്യം 1 രൂപ വാങ്ങിയിട്ടില്ല. ഡാറ്റാ ബേസ് ആണ്. ടീച്ചേഴ്സിന് ഒരു ബാക്ക് എൻഡ് സിസ്റ്റം ഉണ്ട്. ആ ബാക്ക് എൻഡ് സിസ്റ്റം ഏത് ഉന്നത ഡിപ്പാർട്ട്മെന്റിന് വേണ്ടി ഞങ്ങൾ ഹാജരാക്കാൻ ഞങ്ങളുടെ IT ഡിപ്പാർട്ട്മെന്റ് സജ്ജമാണ്. എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും കാണിക്കാം. ഞങ്ങളൊരു തുറന്ന പുസ്തകമാണ് മൃദംഗാവിഷൻ എന്ന് പറയുന്നത്. അതിൽ ഒരു ഒളിയും അറിയില്ല. അതിൻ്റെ എല്ലാ ക്രെഡിബിലിറ്റിയും നോക്കിയും കൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. തീർച്ചയായിട്ടും. അതായത് അവർക്ക് നമ്മൾ സ്വർണ്ണ നാണയമാണ് പറയുന്നത്. അത് ഞങ്ങൾക്ക് നൽകാന്ന് പറഞ്ഞത് ജോയി ആലുക്കാസ് ആണ്. 22 പേർക്കുള്ള സ്വർണ്ണ നാണയം അന്നത്തെ ദിവസം ഓണർ ചെയ്യേണ്ടതുമായിരുന്നു. നിർഭാഗ്യവശാൽ അന്ന് നമുക്ക് കഴിഞ്ഞില്ല. കാരണം ഈ ഒരു ഇൻസിഡന്റ് ഉണ്ടായതിൻ്റെ പേരിൽ മാത്രം. ഇനി അത് ഇവർ തരുമോ എന്ന് അറിയില്ല. പക്ഷേ അവർ തന്നാലും ഇല്ലെങ്കിലും ആ ബ്രാൻഡിനെ ഞങ്ങൾ മാനിക്കുന്നു. ജോയി സാർ വരെ എത്ര ബുദ്ധിമുട്ടിയിട്ടാണ് നമ്മുടെ ഷോ കാണാൻ വന്നിരിക്കുന്നത്. അവരെ അത് വലിയ രീതിയിൽ സപ്പോർട്ട് ചെയ്തതാണ്. അല്ല, ലാഭം നേടുകയല്ല. ആ ടീച്ചേഴ്സ് എടുക്കുന്ന എഫേർട്ട്, അതായത് ഇത്രയും പേർക്ക് നൃത്തം പഠിപ്പിക്കണം. അപ്പോൾ ആ ടീച്ചർക്ക് അതൊരു ഫെമിലിയർ ആവാനും അവർക്ക് കിട്ടുന്ന ഒരു ആദരവാണ്. നമ്മളത് മനസ്സിലാക്കണം. അത് ലാഭത്തിനല്ല ടീച്ചർ കൊണ്ടുവരുന്നത്. ടീച്ചർക്ക് 250-300 കുട്ടികൾ കൊണ്ടുവരുന്നത്. അവർ അത്രയും കഷ്ടപ്പെട്ട് അതിനെ ട്രെയിൻ ചെയ്ത് കൊണ്ടുവരുന്ന ഒരു ആദരവ് നൃത്താധ്യാപകർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അവരെ ഞങ്ങൾ ആദ്യം ആദരിച്ചിരുന്നു. ക്രൗൺ പാസയിൽ വെച്ചിട്ടാണ് ഞങ്ങൾ ആദരിച്ചിട്ടുണ്ട്. 2 ഇവൻറ്റിന് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഈ വലിയ ഇവർ മാത്രമല്ല, കേരളത്തിലെ പ്രഗത്ഭരായ നൃത്ത ഗുരുക്കന്മാരെ വെച്ചുകൊണ്ട് ഞങ്ങൾ ഇതിനെ പ്രൊമോട്ട് ചെയ്തിരുന്നു. അവർ ഞങ്ങളെ സഹായിക്കാൻ ഹെൽപ്പ് ചെയ്യാനും വന്നിരുന്നു. അന്നൊന്നും ആർക്കും വ്യാജ ആരോപണം ഇല്ലായിരുന്നു. ഇപ്പോൾ അടുത്ത ഒരു ആരോപണം ഞാൻ കണ്ടു. അരുണോ ഏതോ പറയുന്ന ഒരാളാണ് വന്നിട്ട് പറഞ്ഞത് ഞാൻ പാലാരിവട്ടം സ്റ്റേഷനിൽ കേസ് കൊടുത്തിട്ടുണ്ട്, എനിക്കൊരു രജിസ്ട്രേഷൻ കിട്ടിയില്ല എന്നുള്ളത്. അദ്ദേഹം തന്നിരിക്കുന്ന UPID തെറ്റായതുകൊണ്ട് അദ്ദേഹത്തിന് റിക്വസ്റ്റ് പോകുന്നില്ല. ഞങ്ങളുടെ കമ്പനിയിൽ നിന്ന് റിക്വസ്റ്റ് പോകണം. റിക്വസ്റ്റ് പോകുമ്പോൾ അക്സെപ്റ്റ് ചെയ്താലേ ഫണ്ട് ഞങ്ങളെ സിസ്റ്റത്തിലേക്ക് ജനറേറ്റ് ആവുള്ളൂ. ദിവ്യാണിയുടെ റോൾ എന്ന് പറഞ്ഞാൽ അവരൊരു ഗുഡ് വിൽ അംബാസിഡറാണ്. ഇതിൻ്റെ ഫേസ് ആണ് അവർ. ദിവ്യാണിയുടെ റോൾ ഓക്കെ. അതിനൊരു ഗുഡ് വിൽ അംബാസിഡറായിട്ട് ദിവ്യാണിക്ക് എത്ര കാശ് കൊടുത്താലും ഞങ്ങൾക്ക് സന്തോഷമുള്ളൂ. കാരണം ഈ ഒരു നൃത്തം അവർ ആ രീതിയിൽ അതിനെ കൊറിയോഗ്രാഫി ചെയ്തു. അതിന് വേണ്ട എല്ലാ കാര്യങ്ങളും ഇന്നു മുതൽ അവർ മുന്നോട്ട് ഞങ്ങളുടെ യാത്രയിലാണ്. അവർക്ക് ഇതിനകത്ത് പെട്ടുപോയി എന്നൊരു ആരോപണം പോലും ഇല്ല. കാരണം ഇത് സുതാര്യമായതുകൊണ്ട് മാത്രം. അത്രയും അല്ല, അത് അവരോട് നമ്മൾ പറയുന്നത് ശരിയല്ലല്ലോ. ഒരാളുടെ ശമ്പളമല്ലേ, ആ ശമ്പളം നമ്മൾ പറയുന്നതല്ലല്ലോ അതിൻ്റെ ശരി. അദ്ദേഹത്തിന് അവരുടെ ക്രെഡിബിലിറ്റിയാണത്. സിജോയ് വർഗീസ് എന്ന് പറഞ്ഞാൽ ഞങ്ങളും സിജോയ്ക്കും തമ്മിലുള്ള ബന്ധം, മൃദംഗാവിഷനെ ഒരു ലേഔട്ട് ചെയ്ത് കൊണ്ടുവന്നേക്കുന്നത് അദ്ദേഹമാണ്. ബാക്കി ഇതിൻ്റെ ഫണ്ടിങ്ങും കാര്യങ്ങളെല്ലാം നോക്കുന്നത് മൃദംഗാവിഷൻ നിഘോഷ് മാത്രമാണ്. അതിൽ മറ്റൊരു വ്യക്തിക്കും ഒരു റോളുമില്ല. ഇനി നാളെ ഒരു ആഡ് മൃദംഗാവിഷൻ ഷൂട്ട് ചെയ്യണമെങ്കിലും അത് നിർബന്ധമായിട്ട് ഒരു ഡൗട്ടും വേണ്ട, TVC ഫാക്ടറി സിജോയ് വർഗീസ് തന്നെയാണ്. സ്പോൺസേഴ്സിനെ കൊണ്ട് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ കല്യാണമാണ് നമുക്ക് ഇതിനെയൊക്കെ അസോസിയേറ്റ് ചെയ്ത് അവർ നല്ല രീതിയിൽ ഞങ്ങൾക്ക് കാശ് കൊടുത്ത് അത് ചെയ്തു തന്നാണ്. അതല്ലാതെ അവർ സ്പോൺസറായിട്ട് വന്നതല്ല. പക്ഷേ അവർ ഞങ്ങൾക്ക് തന്ന വലിയൊരു ഹെൽപ്പ് ഉണ്ട് ഇതിനകത്ത്.
കാരണം ഇത്രയും സാരി അവരുടെ സ്റ്റാഫിനെ ഉപയോഗിച്ചു അത് ഡെസ്പാച്ച് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്ന പോലെയല്ല. അത് വലിയ ടാർഗറ്റാണ്. ഒരാളത് മിസ്സാവരുത്. അത്രയും ആൾ കൗണ്ട് ചെയ്യണം. ടീച്ചേഴ്സ് അവിടെ എത്തുമ്പോൾ പറയും ഇതിൽ 5 സാരി കുറവാണ്. അതിൻ്റെ റെസ്പോൺസിബിലിറ്റി വലുതാണ്. അങ്ങനെ ഞങ്ങളെ സഹായിച്ചു. അന്നത്തെ ദിവസത്തിനുള്ള അവരുടെ വരുന്ന വാട്ടർ 50,000 മിനറൽ വാട്ടറാണ് അവർ തന്നേക്കുന്നത്. ഞങ്ങളുടെ വക കമ്പനി ഇത് കൊടുത്തത് ഒരു ലോക്കൽ ബ്രാൻഡും അല്ലാത്ത ITCയുടെ ബിങ്കോവും മാഡ ഫ്രൂട്ടിയും. സിജോയുടെ ഇതിനകത്ത് ഒരു റെമ്യൂണറേഷനും ഇല്ല. ഇതുമായിട്ട് നല്ല മൃദംഗാവിഷയമായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു പാഷനാണ് നല്ല കലകളെ സപ്പോർട്ട് ചെയ്യുക, കലാപരമായ കാര്യങ്ങളെ സപ്പോർട്ട് ചെയ്യുക. 100% സൗജന്യമാണ്. ബാക്കി കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ബ്രാൻഡിനായിട്ട് എന്തെങ്കിലും ഉപയോഗിക്കുകയാണ്, അല്ലെങ്കിൽ ബ്രാൻഡ് അംബാസിഡർ ഞങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ ആവശ്യമുണ്ടെങ്കിൽ ആ ബ്രാൻഡ് അംബാസിഡർ നോക്കുന്നത് അദ്ദേഹത്തിൻ്റെ കമ്പനിയാണ്. അതിനുള്ള റെമ്യൂണറേഷൻ ഞങ്ങൾ കൊടുത്തിട്ടുണ്ടോ? അത് കൊടുത്തിട്ടുണ്ട്. ഈ 3-10 കോടി ചെലവായെന്ന് പറഞ്ഞല്ലോ. അതിന്റെ ഒരു കണക്ക് ഒറ്റക്കൊറ്റക്കൊന്ന് പറഞ്ഞു. അതിന് ഒറ്റക്കൊറ്റയ്ക്ക് കണക്ക് ഇത് ഒരുപാട് കണക്കുകളുണ്ട്. അതായത് നമ്മൾ ഇതിന്റെ പ്രൊമോഷന് വേണ്ടിയിട്ട് നമ്മൾ നൃത്ത ഗുരുക്കന്മാരെ കൊച്ചി ക്രൗൺ പ്ലാസയിൽ വെച്ചിട്ട് ഇവന്റ് ചെയ്തിരുന്നു. അതിന് ഏകദേശം നമുക്ക് 15 ലക്ഷം രൂപ കോസ്റ്റാണ്. അവരുടെ ഫുഡ് കാര്യങ്ങളെല്ലാം നിങ്ങൾക്കറിയാലോ, 5 സ്റ്റാർ ഹോട്ടൽ. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഒരു കോസ്റ്റ്യൂം ലോഞ്ച് നമ്മൾ ചെയ്തിരുന്നു തൃശ്ശൂർ ഹയാത്ത്. അന്നും ഈ പറഞ്ഞ നമ്മൾ സെലിബ്രിറ്റികളെ നമ്മൾ ഉപയോഗിച്ചിരുന്നു. അവരൊക്കെ വരാൻ കോസ്റ്റാണ്. ആ കോസ്റ്റെല്ലാം കൊടുത്തുകൊണ്ടാണ് നമുക്ക് അവരെ കൊണ്ടുവരുന്നത്.